അപ്പോൾ ചങ്ങായിമാരെ, അപ്പം ഇന്നത്തെ നമ്മളെ വയനാട് യാത്രയിൽ ഞാൻ ഈ കാണാൻ പോകുന്ന സ്ഥലം, അതല്ലെങ്കിൽ ഞങ്ങൾ ഈ കാണാൻ പോകുന്ന സ്ഥലം, ഞാൻ ഒരുപാട് തവണ വയനാട് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം ആദ്യമായിട്ട് കാണാൻ പോകട്ടെ. അപ്പോൾ നിങ്ങളും ഇനി വയനാട്ടിലേക്ക് ടൂർ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കണം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം, വയനാടിന്റെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ ഞങ്ങളെ യാത്ര. കാണാൻ വലിയ ഭംഗിയൊന്നുള്ള സ്ഥലമല്ല, പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ കാണാൻ പോകുന്ന സ്ഥലം. അതായത് ഒരു ശ്മശാന ഭൂമി, അതല്ലെങ്കിൽ ഒരു ഖബർസ്ഥാനിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു യാത്ര. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം, ഒറ്റ ദിവസം കൊണ്ട് നിർമ്മിച്ച ഖബർസ്ഥാൻ. ചൂരൽമല മുണ്ടക്കയം ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളെ കൂട്ടത്തോടെ മറവ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം. നമുക്ക് ഉള്ളിക്കൊന്ന് കയറിയേക്കാലോ. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് 2024 ജൂൺ 30 ഹൃദയഭൂമി എന്ന് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കവാടം. ഇപ്പൊ ഖബർസ്ഥാന്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു ഖബർസ്ഥാനില് നമ്മളെ നാട്ടിലെ പള്ളിയുമായിട്ട് വ്യത്യസ്തത ഉണ്ട് കേട്ടോ. അതെന്താന്നല്ലേ, ഇവിടെ ജാതിയില്ല, മതമില്ല, വെളുപ്പില്ല, കറുപ്പില്ല, പണക്കാരനില്ല, പാവപ്പെട്ടവനില്ല, ഇതൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും ഒരേ സ്ഥലത്ത്. മൻസൂറും മുഹമ്മദും ജോസഫും കൃഷ്ണനും കൃഷ്ണൻകുട്ടിയും എല്ലാം ഒരു സ്ഥലത്ത് അന്ത്യവിശ്രമം. ഈ ഒരു ഖബറില് 2 പേരാട്ടാ. ഒരുപക്ഷെ ഭാര്യയും ഭർത്താവായിരിക്കാനാണ് സാധ്യത. കാരണം 62 വയസ്സ് 55 വയസ്സാണ് അവർക്കുള്ള 2 പേർക്കും. അതുപോലെ ഈ കാണുന്ന കുറ്റികൾ കണ്ട, അതിലൊക്കെ ഇവരെ മരിച്ച ആളുകളുടെ DNA ടെസ്റ്റ് ആട്ടാ. ആ ടെസ്റ്റിന്റെ നമ്പറാണ്. ആ ഒരു ഖബറിന്റെ നേരെ അടിഭാഗത്തായിട്ട് ഒരു കുപ്പിയില് DNA ടെസ്റ്റിന്റെ റിസൾട്ട് ആ ഒരു മീസാൻ കല്ലിന്റെ നേരെ തായ്ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഖബറിൽ 3 ആളാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഒരുപക്ഷെ ശരീരത്തിലെ ഓരോരുത്തരെ ഓരോ ഭാഗങ്ങളെക്കാരം ഈ ഖബറിൽ ഇപ്പൊ നിലവിൽ ഉണ്ടാകുക. അങ്ങനെക്കാരം ഇത് ഖബർ ചെയ്തിട്ടുള്ളത്. വല്ലാത്തൊരു അനുഭവമാണ്. ഇതൊക്കെ നമ്മളൊന്ന് ഒരു തവണയെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് കാണണം കണ്ടാ. പക്ഷെ ചങ്ങായിമാരെ, ഈ ഒരു ഖബർ എന്റെ മനസ്സിൽ, എന്റെ എന്നല്ല എന്റെ കൂടെയുള്ള എല്ലാവരുടെ മനസ്സിനും വല്ലാണ്ട് വേദനിപ്പിച്ച ഒരു ഖബറാട്ട. ഒരു കുഞ്ഞു മക്കൾ, ചെറിയ 3 മക്കളെ ഖബറാണ്. ഒരു ഖബറിൽ 3 കുഞ്ഞു മക്കൾ അന്ത്യവിശ്രമം കൊള്ളുക. 10 വയസ്സ്, അതുപോലെ തന്നെ 8 വയസ്സ്, 6 വയസ്സുള്ള കുഞ്ഞു മക്കളെ ഖബർ. ആ ഒരു ഖബറിന്റെ മുകളിൽ അവർക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന താത്തമാര്, അതല്ലെങ്കിൽ കാക്കമാര്, ആങ്ങളമാരെ, പെങ്ങന്മാരൊക്കെ അവരെ കളിപ്പാട്ടങ്ങൾ, ടോയ്സുകൾ, അതുപോലെ തന്നെ ചെറിയ JCB, കാറ്, ചെറിയ വാഹനങ്ങൾ, കുട്ടികൾ കളിക്കുന്ന വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അറിയാതെ നമ്മളെ കണ്ണിന്ന് കണ്ണീര് വന്നു പോകും. അത്രയും വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം. ആ ഒരു ഖബറിന്റെ അടുത്ത് അവര് നല്ല രീതിയിൽ ലൈറ്റൊക്കെ വെച്ച് അടിപൊളിയാക്കി അലങ്കരിച്ച് വിട്ടിട്ടുണ്ട്. വല്ലാത്ത ഈ കുഞ്ഞു മക്കളുടെ ജീവിച്ചിരിക്കുന്ന കൂടപ്പിറപ്പുകളോ നാട്ടുകാരോ ആരായാലും 3 പേർക്ക് തുല്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും വീതിച്ച് ഈ ഖബറിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമം തോന്നും. ഇതൊക്കെ കാണുമ്പോൾ ഇതൊരു അനുഭവമാണ്. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഇത് കാണുമ്പോൾ നമ്മളെ മനസ്സ് ആ ഒരു സമയത്ത് വേറെ എങ്ങോട്ടോ പോകും. എല്ലാ ഖബറിന്റെ അടുത്തും അവരെ DNA ടെസ്റ്റ് കറക്റ്റ് ചെയ്തുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ജാതിയില്ല, മതമില്ല, വെളുപ്പ്, കറുപ്പ്, ഇതൊന്നുമില്ല. എല്ലാവരും ഒരേ ഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. കണ്ടാ, ഈ ഒരു ഖബറിന്റെ അടുത്ത് കണ്ട ഒരു ചെറിയൊരു കുറ്റി, ഞാൻ പറഞ്ഞ ആ കല്ലുമ്മൽ പേര് എഴുതി അണ്ട നീലൊരു കുപ്പി കണ്ട, അതിൽ അവരെ DNA ടെസ്റ്റാണ്, ടെസ്റ്റിന്റെ റിസൾട്ടാണ്. അപ്പം വയനാട്ടിലേക്ക് യാത്ര വരുന്ന ആളുകൾ പൂക്കോട്ടൂർ, സൂചിപ്പാറയും എടക്കൽ ഗുഹ ഒക്കെ കണ്ടിട്ട് പോകുമ്പോൾ ഇവിടെയും കൂടി ഒന്ന് വന്നിട്ട് നിങ്ങൾ കാണുക. കാരണം നിങ്ങൾ പോകുന്ന ഒരേ സ്ഥലത്താണ് വാത്തുക്കുട്ടി അന്ത്യവിശ്രമം കൊള്ളുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുന്ന രംഗസ്വാമി കണ്ട, എല്ലാവരും ഒരേ സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നിങ്ങൾ പോകുന്ന സ്ഥലത്താണ് ഈ ഒരു കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞവരെ കാണാൻ വേണ്ടി കുടുംബത്തോടു കൂടി ഒരുപാട് ആളുകളാട്ടാ ഈ ഒരു ഖബർസ്ഥാനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇപ്പൊ കണ്ടത് ഇതിന്റെ തായ്ഭാഗാട്ടാ. ഇനി കുറച്ച് ഖബർ ഇതിന്റെ മുകളിലുണ്ട് കേട്ടാ. നിലവിൽ ഇവിടെ ഒരു മതത്തിന്റെയും ആരാധന കേന്ദ്രങ്ങൾ ഇല്ലട്ടാ. അതായത് പള്ളി, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, ഇങ്ങനത്തെ ഒരു മതത്തിന്റെ ആരാധന കേന്ദ്രങ്ങളില്ല. നിലവിൽ എന്തോ പുതിയ പദ്ധതികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂരൽമല ദുരന്തത്തിൽ ഏകദേശം 300ഓളം ആളുകളാണ് മരണപ്പെട്ട് എന്ന് ഔദ്യോഗികമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. അതിൽ 160ഓളം ആളുകൾ DNA ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 30ഓളം ആളുകളെ ഇനിയും കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മളെ
പുത്തുമല 2019 ദുരന്തം ഉണ്ടായ ആ പുത്തുമലയ്ക്ക് പോകുന്ന ഭാഗത്താണ് കേട്ടോ ഈ ഒരു ചൂരൽമല ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളെ മറവ് ചെയ്യ സ്ഥലം ട്ടാ. അപ്പം ഇനി വയനാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ.